സച്ചിക്കിനി ഒരിക്കലും അവളെ കിട്ടരുത്. ഗോകുലിന്റെ ഭാര്യയായി എന്നും അവൾ ആ വീട്ടിൽ തന്നെ ഉണ്ടാവണം. രാജീവിന് സംസാരശേഷി തിരിച്ചു കിട്ടി ആ കട്ടിലിൽ നിന്ന് എഴുന്നേക്കുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും അർച്ചനയുടെയും ഗോകുലിന്റെയും കല്യാണം നടത്തണം. അർച്ചനയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. എന്ത് കാര്യം? അഡ്വക്കേറ്റ് ആരതിയുടെ കാര്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സച്ചിയുടെ ഏറ്റവും വലിയ ബലം ഇപ്പോൾ അഡ്വക്കേറ്റ് ആരതിയാ. ആ ബലം തകർക്കണം. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ മുമ്പിൽ അവര് രണ്ടുപേരും നാണം കെടുന്ന ഒരു സന്ദർഭം ഉണ്ടാവണം. സച്ചിയുടെ വീട്ടുകാര് അവളെ അവിശ്വസിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യാമോ അതൊക്കെ ചെയ്യണം മൂർത്തി. എന്തുവാടിത്? നീ എന്തായി കാണിക്കുന്നത്? ഇങ്ങനെ കള്ളു കുടിച്ച് ബോധമില്ലാതെ ഇനി ഇവൻ എന്റെ കൂടെ ജീവിക്കണ്ട. ഇങ്ങനെ ഒരു ഭർത്താവ് എനിക്ക് എന്തിനാ അമ്മേ? ഞാൻ കുടിക്കുന്നതിന് നിനക്കെന്താ? എനിക്കൊന്നുമില്ല, മൂക്കറ്റം കുടിച്ചോ. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെ വേണ്ട, അത്രേ ഉള്ളൂ. എന്താ പ്രശ്നം? ദേ കണ്ടില്ലേ, കല്യാണ മോതിരം കൊണ്ടുപോയി വിറ്റിട്ട് പോലും ഞാൻ അവനോട് ക്ഷമിച്ചതാ. പക്ഷെ ഈ മുടിഞ്ഞ കള്ളുകൂടി ഇതെനിക്ക് സഹിക്കാൻ വയ്യ സച്ചേട്ടാ. എന്തിനാണ് ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നേ? നിനക്കൊന്ന് നന്നായിക്കൂടെ? അയ്യോ, ഞാൻ നന്നായിട്ട് എന്താ ഉണ്ടാക്കാനാ? നല്ലവനായ കോമനായിട്ട് നിങ്ങളൊരുത്തനോടെ ഉണ്ടല്ലോ. മോനെ, എടാ നീ ഞങ്ങളെല്ലാരും ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്തിനാ? അല്ല, ഇങ്ങനെ കുടിച്ച് നശിക്കാനും മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? ഇനി എന്തോന്ന് പറ്റാനാ? എല്ലാം പോയില്ലേ. മോളുടെ കാര്യം ഓർത്തെങ്കിലും സന്ദീപിന് കുടിക്കാതിരുന്നൂടെ? അങ്ങനെ പലതും ഓർക്കുമ്പോഴാ ഒരു മനസമാധാനത്തിന് കുടിച്ചു തോന്നുന്നു. ഒരു മനസമാധാനം. എടാ, പ്രശ്നങ്ങൾക്ക് കള്ളുകൂടിയല്ല പരിഹാരം. ഓ, വലിയ ഉപദേശകം വന്നിരിക്കുന്നു. ആരും ഉപദേശിക്കാൻ വരണ്ട. ആദ്യം പോയി സ്വന്തം കാര്യം നോക്കണം. സ്വന്തം കാര്യം മാത്രമല്ല, എനിക്ക് ഈ വീട്ടിലുള്ള എല്ലാവരുടെയും കാര്യം നോക്കിയേ പറ്റൂ. ഇനിയും കുടിച്ച് ബോധമില്ലാതെ ബാക്കിയുള്ളവരുടെ സമാധാനം കെടുത്താനാണെന്നുണ്ടെങ്കിൽ മേലിൽ നീ ഈ വീടിന്റെ പടി ചവിട്ടരുത്. ഞാൻ കൊള്ളരുതാത്ത നിങ്ങൾ എല്ലാവരും നല്ലവർ. ചേച്ചി, രാജീവ് മുറി കിടന്ന് വല്ലാണ്ട് ചുമക്കുന്നു. ചേച്ചി, ഒരാള് മുറിയിൽ ശ്വാസം കിട്ടാതെ കിടന്ന് ചുമക്കുന്നുണ്ടെന്ന്. ചേച്ചി അത് വല്ലതും കേൾക്കുന്നുണ്ടോ? ചേച്ചി ഒന്ന് അങ്ങോട്ടേക്ക് ചെല്ല്. അതെങ്ങനെ സംഭവിച്ചു? സാന്ദ്ര മേഡം ഒരു നല്ല ഓഫീസർ ആണെന്നാണല്ലോ കേട്ടത്. അതെ, നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഓഫീസർ ആണെന്ന് അങ്ങനെയാ ഞാനും അവരെ കുറിച്ച് കേട്ടത്. LCP സാന്ദ്ര തോമസിനെ പോലൊരാള് ഇങ്ങനെ ചെയ്യുന്നു ഞാൻ കരുതിയില്ല.
എതിർഭാഗത്ത് അവന്തികയല്ലേ? നമ്മൾ എന്തും പ്രതീക്ഷിക്കണമായിരുന്നു. റിപ്പോർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ പ്രോപ്പർട്ടീസ് എല്ലാം അവന്തിക അസോസിയേറ്റ്സിന്റെ പേരിലുള്ളതാണെന്ന ACP സാന്ദ്ര തോമസിന്റെ റിപ്പോർട്ട്. നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പേര് പോലും അതിൽ ഒരിടത്തുമില്ല. ഇനി എന്ത് ചെയ്യും? കേസ് അവർക്ക് അനുകൂലമായിട്ട് വിധി വരുമോ? ഏയ്, കോടതിക്ക് അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അങ്ങനൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. തെളിവും സാക്ഷികളും ഒക്കെ വേറെ ഉണ്ടല്ലോ. എന്നാലും ACP സാന്ദ്ര തോമസിനെ പോലൊരു ഓഫീസറുടെ റിപ്പോർട്ട് എന്ന് പറയുമ്പോ കോടതി അങ്ങനെ തള്ളിക്കളയോ? തള്ളിക്കളയില്ല, കോടതി അത് പരിഗണിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഇത്തിരി കൂടി പണിയെടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അവരുടെ റിപ്പോർട്ട് തെറ്റാണെന്ന് കോടതിയിൽ നമ്മൾ തെളിയിക്കണം. അതൊക്കെ എങ്ങനെ തെളിയിക്കും? അതിനെക്കുറിച്ച് ഓർത്ത് സച്ച് പേടിക്കണ്ട. ഇതുപോലുള്ള പല റിപ്പോർട്ടുകളും കോടതിയിൽ ഞങ്ങൾ പൊളിച്ചടുക്കിയിട്ടുണ്ട്. യഥാർത്ഥ വസ്തുക്കളും ACPയുടെ റിപ്പോർട്ടും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തണം. അത് കോടതിയെ ബോധ്യപ്പെടുത്തിയ ആ റിപ്പോർട്ടിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടും. എന്തായാലും കോടതിയിൽ നിന്ന് നാളെ അവന്തികയ്ക്ക് സമൻസ് പോവും. എൻക്വയറി ഓഫീസറെയും അവന്തികയെല്ലാം കോടതിയിൽ വിസ്തരിക്കണമല്ലോ. വരട്ടെ, നോക്കാം. ആരതി പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോ വല്ലാത്തൊരു ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ തോന്നുന്നുണ്ട്. നമ്മള് ജയിക്കും അല്ലേ? സത്യം എന്തായാലും ജയിക്കും സച്ചി. പോ നമുക്ക്.